നമസ്കാരം. 2026 ഇലക്ഷനിൽ CPM അതിദയനീയമായി പരാജയപ്പെട്ടിരുന്നു. CPMൻ്റെ പല കമ്മിറ്റികളിൽ നിന്നും, പ്രത്യേകിച്ച് CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി അടക്കമുള്ള പല വിഭാഗങ്ങളിലും ചർച്ചകൾ നടന്നായിരുന്നു. എന്തുകൊണ്ട് പാർട്ടി ഇത്ര ദയനീയമായി തോറ്റു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും അവസാനം ഇപ്പം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അതിൻ്റെ റിപ്പോർട്ടുകൾ പരസ്യമായി പാർട്ടിയുടെ വെബ്സൈറ്റിൽ, കേന്ദ്ര കമ്മിറ്റി വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. മാത്രമല്ല അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തുകൊണ്ട് CPMന് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പരാജയമുണ്ടായി എന്നുള്ളതും, CPMൻ്റെ ഈ തെരിച്ചടിക്ക് പിന്നിലെ യഥാർത്ഥ പശ്ചാത്തലം എന്താണെന്നുള്ളതും പല കാര്യങ്ങളും കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റായി പോകും. അതിരൂക്ഷമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ അമർത്തി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ മുമ്പോട്ട് ഇറങ്ങുന്നു കേന്ദ്ര കമ്മിറ്റി എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാമാണ് ഇപ്പം പുറത്തോട്ട് വരുന്നത്. പ്രത്യേകിച്ച് തന്നെ സർക്കാരിന് ഇതിൽ പറയുന്ന പ്രത്യേക കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, സർക്കാരിന് പാർട്ടിയുടെ നിയന്ത്രണമില്ലായ്മ വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോയി എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് പദ്ധതികൾ നിരീക്ഷിക്കാൻ പാർട്ടി പ്രത്യേക ഉപസമിതികളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പാർട്ടിക്കും സർക്കാരിനും ഒരു പ്രത്യേക നേതാവ് വന്നതോടെ സർക്കാരിൻ്റെ പാർട്ടി നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിലേക്കാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇതുകൂടാതെ തന്നെ വ്യക്തി കേന്ദ്രീകൃത പ്രചാരണം നടന്നു എന്നുള്ളതും CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത് ഇത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ഏതൊരാൾക്കും അറിയാം എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ളത് ചോദിച്ചാൽ പിണറായി വിജയൻ്റെ ഫോട്ടോ ആയിരുന്നു എല്ലാവിധ ഫ്ലെക്സുകളും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര കമ്മിറ്റി കണ്ടുപിടിച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് പ്രചാരണം പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയായ ഒരൊറ്റ നേതാവിൽ മാത്രം കേന്ദ്രീകരിച്ച് വലിയ തരത്തിലുള്ള മുന്നേറ്റത്തിനോട്ട് പോയി. അത് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയായി എന്നുള്ളതാണ് CPM കേന്ദ്ര കമ്മിറ്റി കണ്ടുപിടിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മാത്രമല്ല ഇതൊന്നും കൂടാതെ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി കണ്ടുപിടിച്ചിരിക്കുന്ന മൂന്നാമത്തെ സുപ്രധാനമായ ഒരു കണ്ടുപിടുത്തം. ഇതിൽ പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിലും അത് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ ഈ പറഞ്ഞ പോലെ സംസ്ഥാനത്തെ എതിർത്തതിന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കൂടിയാണ് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി മുമ്പോട്ട് വെച്ച മറ്റൊരു കാര്യം. ഇതൊന്നുമല്ലാതെ മൃദുഹിന്ദു സമീപത്തെ, അതുപോലെ തന്നെ അയ്യപ്പ സംഗമം അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത്, ഹൈന്ദവ വർഗീയതയോട് മൃദു സമീപനം സ്വീകരിക്കുന്ന നയം, അതുകൂടെ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതും, അതുപോലെ തന്നെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇത് കാരണമായി എന്നുള്ളതും കേന്ദ്ര കമ്മിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ലാണ്ട് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പിന്നെ മറ്റൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്നത് പോലെ, ഈ പറഞ്ഞ പോലെ നായികക്ക് 40 വട്ടം വിദ്വേഷം മാത്രം തെറിപ്പിക്കുന്ന അല്ലെങ്കിൽ തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ ഉചിതമായ സമയത്ത് തള്ളി പറഞ്ഞില്ല പാർട്ടി എന്നുള്ളതും പാർട്ടി കേന്ദ്ര കമ്മിറ്റി വലിയ വീഴ്ചയായി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നേതാക്കന്മാരുടെ വീഴ്ച, പ്രത്യേകിച്ച് അവരുടെ അഹങ്കാരം, അഴിമതി, സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ ആഡംബര ജീവിതശൈലി, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേരാത്ത ആഡംബര ജീവിതശൈലി എന്നിവയെല്ലാം ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് പാർട്ടി കണ്ടുപിടിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ പൊതുവേദികളിലും പത്രസമ്മേളനങ്ങളിലും പാർട്ടി കൃത്യമായ ജാഗ്രതാ കുറവുണ്ടായി. നമുക്കറിയാം MV ഗോവിന്ദനെതിരെ ഒരു ഏരിയ കമ്മിറ്റി പറഞ്ഞത്, MV ഗോവിന്ദൻ എവിടെയൊക്കെ പ്രസംഗിക്കുന്നുണ്ടോ ആ പ്രസംഗത്തിലെല്ലാം ഏകദേശം 100ഓളം ആളുകൾ പാർട്ടിക്കെതിരായി മാറുന്നുണ്ട് എന്നുള്ള തരത്തിലടക്കം പാർട്ടിയിലെ ഈ പറഞ്ഞ പോലെ താഴെത്തട്ടിലെ അനുയായികൾ പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഈ പറഞ്ഞ പോലെ CPMന് ദേശീയ കമ്മിറ്റി അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ആവശ്യമില്ല. ഇത് പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള അനുയായികളോട് ചോദിച്ചാൽ മതി, സഖാവേ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ചോദിച്ചാൽ അവർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുതരും. ഇതുകൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭരണം, ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പദവി കൈയാളിയിരുന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ പോലീസിൻ്റെയും ബ്യൂറോക്രസിയുടെയും സ്വേച്ഛാധിപത്യമായ തീരുമാനങ്ങൾ ജനവികാരത്തിനെതിരായി എന്നുള്ളതും, അതിന് പോലീസിനെയും ബ്യൂറോക്രസിയും കൃത്യമായി കൺട്രോളിലാക്കാൻ CPMന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് സാധിച്ചില്ല എന്നുള്ള കാര്യവും കേന്ദ്ര കമ്മിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം കറുത്ത വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ, കറുത്ത മാസ്ക് ധരിച്ചതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം. അപ്പം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും. ഇതുകൂടാതെ പാർട്ടി പറയുന്നത് ഇനി തിരുത്തൽ നടപടികൾ വേണമെന്നുള്ളതും റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തിരുത്തൽ നടപടിയിലോട്ട് പോകുന്നതിന് ഒരു സൂചകമായി പറയുന്നത് സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ കോഴിക്കോട് വെച്ച് വിപുലീകരിച്ച സംസ്ഥാന സമിതി യോഗം ചേരുമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അതിൽ അടിമുടി മാറ്റങ്ങളും തിരുത്തലുകളും പാർട്ടി ഉണ്ടാകും എന്നുള്ള കാര്യവും കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ CPM മാറ്റത്തിലോട്ട് പോകുമോ എന്നുള്ളൊരു കാര്യം വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായി നടക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ മുന്നണിയിലെ ഏകോപനമില്ലായ്മ, അതായത് LDF എന്ന് പറയുന്ന ഒരു മുന്നണി എന്ന് പറയുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും CPI അടക്കമുള്ള, CPM അടക്കമുള്ള, INL അടക്കമുള്ള, INL പേരിന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്തരത്തിൽ പല പാർട്ടികളുടെ കൂടിയതാണ് ഒരു മുന്നണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുന്നണിയിലെ ഏകോപനമില്ലായ്മ
വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായി പാർട്ടിക്കുള്ളിൽ ഏകോപനമില്ലായ്മയാണ് ഒരു പരിധിവരെ പാർട്ടിയുടെ തോൽവിയിലോട്ട് നയിച്ചത് എന്ന് പറയുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പാർട്ടി എടുത്ത് പറയുന്നത് ഇലക്ഷന് കുറച്ച് മുമ്പ് മാത്രം നടന്ന PM ശ്രീ വിവാദം, അതുമായി ബന്ധപ്പെട്ട് CPI-യുമായി ഉയർന്ന തർക്കം, അത് പരിഹരിക്കാൻ പോലും സംസ്ഥാന കമ്മിറ്റിക്ക് സാധിച്ചില്ല എന്നുള്ളതും, ഏറ്റവും അവസാനം കേന്ദ്ര നേതൃത്വം അതായത് PB ഇടപെടേണ്ടി വന്നു എന്നുള്ളതും, അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം വൈകിപ്പോയിരുന്നതും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ പറയുന്നത്. അപ്പോൾ മുന്നണിക്കുള്ളിൽ പോലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനോ അവരെ നിയന്ത്രിക്കാനോ CPM-ന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ വലിയ തരത്തിലുള്ള വീഴ്ച പറ്റി എന്നുള്ളതും പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം, എല്ലാവിധ ക്യാമ്പയിനുകളും ഇപ്പോൾ LDF എന്ന് പറഞ്ഞൊരു മുന്നണിയുടെ മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറഞ്ഞ പോലെ CPI-യുടെ പ്രതിനിധികളുടെ ഫോട്ടോ വേണം, INL-ന്റെ പ്രതിനിധികളുടെ ഫോട്ടോ വേണം. ഇതല്ല, കേരളത്തിൽ മൊത്തം നിന്നും മാറ്റി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ മാത്രം വെച്ചുകൊണ്ട് ഒരു ക്യാമ്പയിനിങ്ങിലാണ് ഇറങ്ങിയത്. അപ്പം അത്തരത്തിലുള്ള മുന്നണിക്കുള്ളിലെ മറ്റ് ഘടകകക്ഷികളെ യാതൊരുവിധ വിലയും കൊടുക്കാണ്ടുള്ള മുമ്പോട്ട് പോക്ക് പാർട്ടിക്ക് വലിയ തരത്തിൽ തിരിച്ചടിയായി എന്നുള്ളതും, പിന്നെ ഇത് മാത്രമല്ല, അച്ചടക്ക നടപടിയിലെ കാലതാമസം വലിയ തരത്തിലുള്ള പാർട്ടിക്ക് പ്രശ്നമുണ്ടാക്കി എന്നുള്ളതും, പാർട്ടിയുടെ തകർച്ചയ്ക്ക് ഇത് വലിയ തരത്തിലുള്ള പ്രശ്നമായി എന്നുള്ളതും, വിശ്വാസികൾക്കിടയിൽ CPM-ന്റെ പ്രതിച്ഛായ ഇല്ലാണ്ടായി എന്നുള്ളതും. ഇതിന് പ്രധാനപ്പെട്ട ഉദാഹരണം പറയുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടിയുടെ പ്രധാന നേതാവായ പത്മകുമാറിനെതിരെ കേന്ദ്ര നേതൃത്വം അച്ചടക്ക നടപടി നിർദ്ദേശിച്ചിട്ടും അത് നടപ്പിലാക്കാൻ സംസ്ഥാന കമ്മിറ്റി തയ്യാറായില്ല. ഇത് പാർട്ടിയുടെ വിശ്വാസത്തെ പൂർണ്ണമായിട്ടും ബാധിച്ചു എന്നുള്ള തരത്തിലൊക്കെയാണ് പാർട്ടി പറയുന്നത്. കാരണം പത്മകുമാർ എന്ന് പറയുന്ന ഒരു CPM നേതാവ് ഈ പറഞ്ഞ പോലെ ശബരിമല കൊള്ള വിഷയം ബന്ധപ്പെട്ട് ഇൻക്ലൂഡായ സ്ഥിതിക്ക് അദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടി എടുക്കണം എന്നുള്ളത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പറയുന്നു. പക്ഷെ അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് പിന്നീട് CPM ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോയത്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി പറയുന്നൊരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പാർട്ടി പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ചോദ്യം ഉയരുന്നത്, യഥാർത്ഥ ഉത്തരവാദിത്വം, പാർട്ടിയുടെ തോൽവിക്ക് ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളതും കേന്ദ്ര കമ്മിറ്റി ചർച്ചാ വിഷയമായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വേണ്ടത്ര ഈ പറഞ്ഞ പോലെ വനിതകൾക്കും യുവാക്കൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ആളുകൾക്കും കൃത്യമായി അവസരം നൽകുന്നതിൽ പാർട്ടി പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളതും, ഇതെല്ലാം ജില്ലാ കമ്മിറ്റിയുടെ തലയിൽ മാത്രം കെട്ടിവെക്കേണ്ട ഒന്നല്ലെന്നും സംസ്ഥാന നേതൃത്വത്തിന് പ്രധാന ഉത്തരവാദിത്വം ഉണ്ട് എന്നുമാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇത്തരത്തിൽ വലിയ തരത്തിൽ പാർട്ടി മാറ്റങ്ങൾക്ക് പോകുന്നു. അപ്പം ഭാവിയിൽ സംഘടനാ മാറ്റങ്ങൾ ആണ് ഇനി പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വരുന്നത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന കോഴിക്കോട് വിപുലീകൃത സംസ്ഥാന സമിതി യോഗങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അതായത് LDF കൺവീനർ, അതുപോലെ തന്നെ കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റിയിലെ സെക്രട്ടറിമാർ തുടങ്ങിയ സംസ്ഥാനത്ത് സുപ്രധാന മാറ്റങ്ങൾ അടക്കം ഇനി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള CPM-ന്റെ വലിയ തരത്തിലുള്ള നേതാക്കന്മാർക്കിടയിലുള്ള മാറ്റങ്ങൾക്ക് സമയമായി എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ഈ പറഞ്ഞ പോലെ കേന്ദ്ര കമ്മിറ്റി CPM ഇവിടുന്ന് കൊടുത്ത സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടുകളെല്ലാം അമ്പെ എടുത്തെറിഞ്ഞുകൊണ്ട് അവരുടേതായ റിപ്പോർട്ട് താഴെത്തട്ടിലോട്ട് വരുന്നു. അത് ചർച്ച ചെയ്യാൻ, അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഈ പറയപ്പെട്ട പോലെ സെപ്റ്റംബർ 13, 14, 15 ദിവസങ്ങളിൽ കോഴിക്കോട് വെച്ച് യോഗം ചേരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ യോഗങ്ങളിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്താൽ തന്നെ ഒരു പരിധിവരെ CPM രക്ഷപ്പെടും. പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ CPM-നാകുമോ എന്നുള്ളത്, കാരണം PB പോലും ഇപ്പോൾ ഒന്നുമല്ല. കാരണം എല്ലാത്തിനും മുകളിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ PBക്ക് മുകളിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. കാരണം PB എന്ന് പറയുമ്പോൾ കേന്ദ്ര നേതൃത്വമാണെങ്കിൽ പോലും, പോളിറ്റ് ബ്യൂറോ കേന്ദ്ര നേതൃത്വമാണെങ്കിൽ പോലും ആ കേന്ദ്ര നേതൃത്വത്തിന് എവിടെയും ഭരണമില്ല. ആകെ ഭരണം ഉണ്ടായിരുന്നത് കേരളത്തിലായിരുന്നു. അതിൻ്റെ നേതാവായിരുന്നു പിണറായി വിജയൻ. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ പറയുന്നതായിരുന്നു PBയുടെ നിലപാട്. അപ്പം ഇനി ഈ PB പറഞ്ഞ ഈ കാര്യങ്ങൾ, അതായത് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഇനി എങ്ങനെയായിരിക്കും ഈ വിഷയം ബന്ധപ്പെട്ട CPM നിലപാടുകൾ എടുക്കാൻ പോവുക എന്നുള്ളതും, ആ നിലപാട് എടുത്താൽ തന്നെ എത്രത്തോളം നേതാക്കന്മാർ ഇത് അംഗീകരിക്കും എന്നുള്ളതും, അംഗീകരിച്ചാൽ തന്നെ ഇനി അത് താഴെത്തട്ടിൽ അടിത്തട്ടിൽ ജനങ്ങൾക്കിടയിൽ മനസ്സിലാക്കാൻ പാർട്ടിക്ക് സാധിക്കുമോ എന്നുള്ളതും വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട CPM എത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കും എന്നുള്ളത്.